വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, നാശം, നാശത്തിലേക്ക് ചെന്ന് ആപതിക്കാൻ പോകുന്ന മനുഷ്യരാരാണ്? ഒന്ന് കുത്തിപ്പറയുന്ന ആളുകൾ, ഒന്ന് അവഹേളിക്കുന്ന ആളുകൾ. കുത്തിപ്പറയാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അയാളുടെ ഒരു ന്യൂനതയുടെ പേരിൽ, ഒരു തെറ്റിന്റെ പേരിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തിപ്പറഞ്ഞുകൊണ്ടേയിരിക്കുക. അയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ്. ഒരു ഫംഗ്ഷൻ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ള ആളാണ്, ബിസിനസ് ചെയ്തിട്ട് ചെറിയ മോശമൊക്കെ വന്നു, അയാളെ കാണുമ്പോൾ അതിന്റെ പേരിൽ അയാളെ അവഹേളിക്കുക. നമ്മുടെ മക്കൾ തന്നെ, ആളുകളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ മക്കളെ തന്നെ അവഹേളിക്കുക. അങ്ങനെയൊക്കെ ചില രക്ഷകർത്താക്കൾക്ക് ചില പരിപാടിയുണ്ട്. സ്വന്തം മക്കളെ തന്നെ എന്ത് ചെയ്യും? ആളുകളുടെ മുന്നിൽ നിന്ന് അവഹേളിക്കുന്ന ഒരു സ്വഭാവം ചില രക്ഷകർത്താക്കൾക്കൊക്കെ ഉണ്ട്. കുത്തിപ്പറയാം. എല്ലാവരും പരീക്ഷ എഴുതി, എൻ്റെ മോനും പരീക്ഷ എഴുതി, പക്ഷെ കിട്ടിയില്ല. അല്ലെങ്കിൽ അവനതിനുള്ള ബുദ്ധിയും കഴിവൊന്നും ഇല്ല എന്ന് ആളുകളുടെ മുന്നിൽ വെച്ച് പറയാം. ഓരോ കാര്യത്തിനും. അല്ലെങ്കിൽ ഒരാളിങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ അയാളെ കണ്ടപ്പോൾ കണ്ടില്ലേ, അയാൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുത്തി പറയുന്നത്. ഈ സ്വഭാവം മക്കയിലെ മുശ്രിക്കീങ്ങളുടെ സ്വഭാവമായിരുന്നു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ മുഫസ്സിറുകൾ ആരെയൊക്കെയാണ് അവിടെ ഉപമ പറയുന്നത് എന്ന് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അബൂജഹലിന്റെ സ്വഭാവമായിരുന്നു പറഞ്ഞത്. ഒരിടത്ത് കൂടിയിരിക്കുക, അതിലൂടെ ആളുകൾ കടന്നു പോകുന്ന സമയത്ത് അവരെ കുത്തിപ്പറയും, ഇവനാണ് ലവൻ, ഇവനാണ് ലവൻ, ഇവനാണ് മറ്റേ കാര്യം ചെയ്തയാൾ. ഇങ്ങനെ ഒരാളെ കുത്തിപ്പറയുന്ന സ്വഭാവമുള്ളയാൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. മുഅ്മിനായ മനുഷ്യൻ, അതാണ് അല്ലാഹു തആല പറഞ്ഞത്, അങ്ങനെ ഉള്ളവന് നാശം എന്ന് പറഞ്ഞത്. അല്ലാഹു അതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകും. അങ്ങനെ നാശം പിടിച്ചു പോകുന്ന ആളുകളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് മുന്നറിയിപ്പ് നൽകിയതാണല്ലോ. അപ്പോൾ കുത്തിപ്പറയുന്ന ആളുകളും അവഹേളിക്കുന്ന ആളുകളും, ഏഷണിക്കാരായ ആളുകൾ, പരദൂഷണം പറയുന്ന ആളുകൾ, ഒരാളെ ആളുകളുടെ മുമ്പിൽ വെച്ച് അവഹേളിക്കുക, അല്ലെങ്കിൽ അയാളുടെ അസാന്നിധ്യത്തിൽ അവഹേളിക്കുക. ഈ സ്വഭാവമൊക്കെ ഇന്ന് എല്ലാ കാലത്തും ഉണ്ടാവും. മനുഷ്യരിൽ എല്ലാ കാലത്തും ഉണ്ടാവുന്ന സ്വഭാവങ്ങളാണ്. ഒരു മനുഷ്യനെ കുത്തിപ്പറയുന്നതും അവഹേളിക്കുന്നതും എല്ലാം. ഒരാളെ പരിഹസിക്കാൻ ഇന്ന് പലതരത്തിലുള്ള വഴികളുണ്ട്. ആലോചിച്ച് നോക്കൂ, പരിഹസിച്ച ആൾ പോലും വിചാരിച്ചാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരാളെ കുറിച്ചൊരു മോശ അഭിപ്രായം ഇന്റർനെറ്റിൽ ഒരാൾ പറഞ്ഞു നോക്കുക, എത്ര ആളുകളാണ് ഓരോ ദിവസവും അത് കേൾക്കുക, കാണുക. പറഞ്ഞ ആളിന് പോലും ഇതൊന്ന് തിരിച്ചെടുക്കണമെന്ന് നോക്കിയാൽ പറ്റാത്തൊരു കാര്യം എന്താ? വാട്സപ്പുകളിലൂടെ പറന്ന് ഇത് പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്റർനെറ്റിലൂടെ പറന്ന് പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ തന്നെ ജുമാ പ്രസംഗങ്ങൾ, നമ്മുടെ തന്നെ ക്ലാസ്സുകളൊക്കെ ഓരോ ആഴ്ചയും ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് എത്തുന്നത്. അത് കാണുന്നവരുണ്ട്, കേൾക്കുന്നവരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ സ്വഭാവങ്ങൾ നമ്മിൽ ഒരിക്കലും ഉണ്ടാകരുത്. ഒരു മനുഷ്യനെ കുറിച്ച് മോശം പറയുന്നതോ, ഒരു മനുഷ്യനെ കുത്തിപ്പറയുന്നതോ, ഒരു മനുഷ്യനെ അവഹേളിക്കുന്നതോ ആയ സ്വഭാവം, കുത്തുവാക്കു പറയുന്ന സ്വഭാവം, അവഹേളിക്കുന്ന സ്വഭാവം, അങ്ങനെയുള്ള ഏതൊരുവനുണ്ടോ അവന് നാശം എന്ന് പരിശുദ്ധമായ ഖുർആൻ. നാശം, താക്കീത്, കഠിനമായ ശിക്ഷ, ഇതെല്ലാം വരുന്നൊരു പ്രയോഗമാണ്. അപ്പൊ ജനങ്ങളെ അവഹേളിക്കുന്ന ശൈലി ഒരിക്കലും ഉണ്ടാകരുത്. എന്നു മാത്രമല്ല, ജനങ്ങളെ ആക്ഷേപിക്കുന്ന, അപമാനിക്കുന്ന ഒരു ശൈലി എപ്പോഴെങ്കിലും നമുക്കുണ്ടെങ്കിൽ നമ്മളത് മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞത്. അല്ലാഹു തആല നാശം പിടിച്ചു പോകും എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. അതിന്റെ അർത്ഥം നമ്മുടെ ഈ നാവ് നമ്മെ നരകത്തിലും നാശത്തിലും കൊണ്ടുചെന്നെത്തിക്കും. നമ്മുടെ ഈ നാവ് നമ്മെ നരകത്തിലും നാശത്തിലും കൊണ്ടുചെന്നെത്തിക്കും. വല്ലാതെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, തിഹാമ പർവ്വതത്തിന് സമാനമായി അമലും കൊണ്ട് ചില ആളുകൾ നാളെ മഹ്ശറയിൽ വരും. തിഹാമ പർവ്വതത്തിന് സമാനമായ അമലും എല്ലാം ഉണ്ട് കയ്യിൽ, പക്ഷേ ആ മഹ്ശറയിൽ വെച്ച് അതെല്ലാം അവന്റെ കൺമുന്നിൽ പൊടിയായി പോകും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് തെറ്റ് ചെയ്തുകൊണ്ടാണ് റബ്ബേ എൻ്റെ ഈ സൽക്കർമ്മങ്ങളൊക്കെയും നീ നിഷേധിച്ചു കളഞ്ഞത് എന്നവൻ അള്ളാഹുവിനോട് ചോദിക്കും. ഞാൻ എന്ത് തെറ്റ് ചെയ്തു റബ്ബേ? അള്ളാഹു തആല അവനെ ഉണർത്തിക്കൊടുക്കും, നിന്റെ നാവ് കൊണ്ട് നീ ചെയ്ത അമല് മൊത്തം നീ പൊളിച്ചോളും, ചെയ്ത അമല് മുഴുവനും പൊളിച്ചോളും. നിസ്കരിച്ചതും നോമ്പെടുത്തതും സക്കാത്ത് കൊടുത്തതും എല്ലാം നീ പൊളിച്ചു കളഞ്ഞു. നിന്റെ കയ്യിൽ ഇനി അമലുകളൊന്നും ബാക്കിയില്ല. നിന്റെ അമല് മൊത്തം നിന്റെ നാവ് നശിപ്പിച്ചു കളഞ്ഞു എന്ന് മനുഷ്യൻ വിലപിക്കുന്ന ഒരു രംഗം. അവിടെയാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ കൈകടിക്കുന്ന ഒരു രംഗം. ആ മനുഷ്യനാണ് ലോകത്ത് ഏറ്റവും നഷ്ടം പറ്റിയ മനുഷ്യനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ദുനിയാവി പറ്റിയ നഷ്ടമൊന്നും ഒരു നഷ്ടമല്ല, നികത്താൻ പറ്റുന്ന നഷ്ടമാണ്. ആഖിറത്തിൽ ചെന്നിട്ട് ഇതെല്ലാം കൂടി കൊണ്ടുവന്നതാണ്. കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് സുബഹിക്ക് വന്നതും നിസ്കരിച്ചതും ജമാഅത്തിന് പങ്കെടുത്തതും എല്ലാ സൽക്കർമ്മവും കൊണ്ട് ചെന്നു. പക്ഷെ ചെന്നപ്പോൾ സംഭവിച്ചതെന്താ? അതെല്ലാം കൺമുന്നിൽ വെച്ച് പാറ പൊടിയുന്നത് പോലെ ധൂളികളായി പൊടി പടലങ്ങളായി അവിടെ നിന്ന് അങ്ങനെ തകർന്നുപോയി. ഒറ്റ കാരണം ഉണ്ടായിരുന്നുള്ളൂ, അവൻ്റെ നാവ് അവനെ ചതിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് മഹാന്മാരായ മുൻഗാമികൾ നാവിനെ നല്ലതുപോലെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. ഏതൊരു കാര്യം പറയുമ്പോഴും, ഏതൊരു അഭിപ്രായം പറയുമ്പോഴും, ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും നമ്മുടെ നാവ് കൊണ്ട് പരലോകം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഒരു ചിന്ത എപ്പോഴും നമ്മുടെ കൽബിൽ വേണം, ഏത് കാര്യത്തിൽ ഇടപെട്ടാലും. അതുപോലെ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ആലോചിക്കണം. ഇത് പറയുന്നത് കൊണ്ട് ഒരാളെ നമ്മൾ ചിലപ്പോഴൊക്കെ കളിയാക്കാറുണ്ട്, പക്ഷെ അയാൾക്ക് പൊരുത്തല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ എത്തിപ്പെടുന്ന നാശത്തിലേക്കാണ്. ഒരാളെ കുത്തിപ്പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. ജീവിതത്തിൽ പലർക്കും പല സമയത്തും താഴ്ചകളും ഉയർച്ചകളും ഉണ്ടായേക്കാം. പല സമയത്തും താഴ്ചകൾ ഉണ്ടാകാം, ഉയർച്ചകൾ ഉണ്ടാകാം. ബിസിനസ്സിൽ, കച്ചവടങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, അയാളുടെ കുടുംബത്തിൽ ഒക്കെ ആ താഴ്ചകളുടെയും ഉയർച്ചകളുടെയും പേരിൽ അയാളെ അവഹേളിക്കുന്ന ശൈലി നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഒരാളെക്കുറിച്ചും മോശം പറയാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. ജനങ്ങൾ മുഴുവനും മോശക്കാരനെന്ന് വിളിച്ചയാൾ സയ്യിദുനിൽ ഖൈൽ. ആ മനുഷ്യൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ വന്ന രംഗം. ആദ്യം വന്നത് ഇസ്ലാം മതം സ്വീകരിക്കാനൊന്നുമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നു. അയാളെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം വളരെ മോശമാണ്. ഹബീബായ നബിതങ്ങൾ അയാളെ കണ്ട ഉടനെ വിളിച്ചത് സയ്യിദുനിൽ ഖൈർ എന്നാണ്. ഖൈറായ സെയ്ദ് എന്ന് വിളിച്ച ഉടനെ അയാൾ എന്ത് ചെയ്തു? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന്. എന്താ പറയാനുള്ള കാരണം? എന്നെ ജീവിതത്തിൽ ആരും ഇതുപോലെ നല്ലതുപോലെ സംബോധന ചെയ്തിട്ടില്ല. എന്നെ കാണുന്ന ആളുകളൊക്കെ ഞാൻ മോശക്കാരനാന്ന് പറഞ്ഞു. നിങ്ങളാണ് എന്നെ ഖൈറായ ആളെന്ന് വിളിച്ചത്. ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ കൂടാൻ തയ്യാറാണ്, ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. എന്ന് മാത്രമല്ല, മക്കക്കാരായ ആളുകൾ എൻ്റെ അതിർത്തിയിലൂടെയാണ് ഭക്ഷണങ്ങളും പലഹാരങ്ങളും അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടുവരുന്നത്. ഒരു വാക്ക് പറഞ്ഞാൽ മതി, മക്കയിലേക്ക് ഇനി ഭക്ഷണം എത്തൂല, മക്കയിലേക്ക് ഒരു ചരക്കും എത്തൂല. വേണ്ടത് ഞാൻ ചെയ്യാം നബിയെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതൊന്നും വേണ്ട, അങ്ങനെ ഒരു പ്രശ്നം വേണ്ട, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാവുകയേ വേണ്ട. ശത്രുക്കളായ ആളുകളാണ് മക്കയിലുള്ളത്, ശരിയാണ്, ആട്ടി ഓടിച്ചവരാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അവരുടെ ഭക്ഷണമോ വെള്ളമോ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നല്ല സ്വഭാവം! അള്ളാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് ഒരാളെയും അവഹേളിച്ചില്ല, ഒരാളെയും മോശം പറഞ്ഞില്ല. അപ്പൊ ഏഷണി, പരദൂഷണം എന്ന് തുടങ്ങി എല്ലാ വിഷയങ്ങളും ഇതിന്റെ പരിധിയിൽ വരുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പറയാണ്. അപ്പോൾ ഇവിടെ ചർച്ച മറ്റൊരു വിഷയമാണ്. അതായത് മനുഷ്യൻ നാശത്തിലേക്ക് വീണുപോകും എന്തുകൊണ്ട്? ഇതുപോലെയുള്ള അവന്റെ നാവിനെ നിയന്ത്രിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി വന്നാൽ. അള്ളാഹു അതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടവരും, നമ്മൾ നമ്മുടെ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടവരുമാണ്. ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടി കടന്നു പോകുന്നത് പലപ്പോഴും സ്ത്രീകളാണ്. സ്ത്രീ വിരുദ്ധ പരാമർശമൊന്നുമല്ല, കാരണം സ്ത്രീകളുടെ ഒരു നേച്ചർ, ഒരു ശൈലി അങ്ങനെയാണ്. അപ്പോൾ സ്ത്രീകളാണ് ചിലപ്പോഴൊക്കെ ഏഷണിയിലും പരദൂഷണത്തിലും ഒക്കെ എന്ത് ചെയ്യുക, ആണുങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ പോവുക. അവർക്കും പറഞ്ഞു കൊടുക്കണം, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്ക് പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്നവർക്ക് നാശം എന്ന് പരിശുദ്ധമായ ഖുർആൻ. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യമാർക്കൊക്കെ നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കണം. ഒരാളെക്കുറിച്ചും ഒന്നും പറയരുതെന്ന്, ഏഷണി പറയരുതെന്ന്, പരദൂഷണം പറയരുതെന്ന്. ചില ആളുകൾ പറയും, ഞാൻ അങ്ങനൊന്നും പറയുന്ന ആളല്ല ഒരാളെക്കുറിച്ച്, എന്നാലും അങ്ങ് പറയുകയാണെന്ന് പറയും, എന്നാലും അങ്ങ് പറയുകയാണ് എന്ന് പറയും. എനിക്കാണ് ചില ആയത്തൊക്കെ പറയാൻ പേടിയാണ്. ഞാനൊരിക്കൽ രാവിലെ ഇവിടുന്ന് ഒരു ഹദീസ് പറഞ്ഞു, നമ്മുടെ പള്ളിയിൽ നിന്ന് ഒരു ഹദീസ് പറഞ്ഞു. ഹദീസ് പറഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തു പോകുമ്പോൾ ഒരാളെന്നെ കാത്തു വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും സംശയം ചോദിക്കാൻ, അങ്ങനെ പലരും ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദ് ഇന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അത് മറ്റേ ആൾക്ക് പറ്റിയ ഹദീസാണ്. ഉസ്താദ് ഇന്ന് പറഞ്ഞ ഹദീസ് മറ്റേ ആൾക്ക് പറ്റിയ ഹദീസാണ്, അത് ഇന്ന ആളിന് തന്നെ പറ്റിയ ഹദീസാണ്. ഞാൻ പറഞ്ഞ ഒരാളെ ഉദ്ദേശിച്ച് പറയുന്നതല്ല, ഓരോ ഹദീസും ആദ്യം ചിന്തിക്കേണ്ടത് നമുക്ക് പറ്റിയതാണെന്നാണ്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് റബ്ബേ ഇത് എനിക്കുള്ളതാണല്ലോ എന്നാണ്. ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ ഒരു ശൈലി എങ്ങനെയാണ്. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കുക എന്താണ്, ഇതിൽ അവനുള്ളതാണ്, ഇത് മറ്റവനുള്ളതാണ് എന്നാണ്.
അങ്ങനെയല്ല, ഇതാദ്യം നമ്മയാണ് സംസ്കരിക്കേണ്ടത്. കഴിഞ്ഞ ജുമാ പ്രസംഗത്തിൽ ആലിമീങ്ങളെയും തങ്ങന്മാരെയൊക്കെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞപ്പോൾ, ഈ ജുമായുടെ പ്രസംഗത്തിന്റെ കഴിഞ്ഞ ആഴ്ചയിൽ അത് കഴിഞ്ഞപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, ഉസ്താൻ ആരെങ്കിലും വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞതല്ല, ആരും അങ്ങനെ പറയരുത് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മിലേക്ക് ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ, പടച്ചവനെ ഇതൊക്കെ എന്നെ കുറിച്ചാണല്ലോ, അള്ളാഹു നാശം എന്ന് പറഞ്ഞവരുടെ പട്ടികയിൽ എങ്ങാനും ഞാൻ പെട്ടുപോയാൽ നാളെ പരലോകത്ത് ഞാൻ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നൊരു ചിന്ത നമ്മുടെ എല്ലാവരുടെയും കൽബിൽ എപ്പോഴും ഉണ്ടാകണം. അല്ലദീ ജമഅ മാലം വഅദ്ദദ. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അവസാനിപ്പിക്കുന്നു. ഈ ഖുറൈശികളായ ആളുകളിൽ ഉണ്ടായിരുന്ന ഒരു ശൈലിയിൽപ്പെട്ടതാണ് സമ്പത്തിനെ സ്വരുക്കൂട്ടി വെക്കുകയും ആ സമ്പത്ത് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി ഇങ്ങനെ സൂക്ഷിക്കുകയും ചെയ്യും. ഖൈറായ ഒരു കാര്യങ്ങൾക്കും അവർ ചെലവഴിക്കില്ല. സമ്പാദിക്കേണ്ട എന്നല്ല, സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും അതിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ, അത്തരക്കാരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. സമ്പത്തിനെ ഒരുമിച്ച് കൂട്ടുകയും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴത്തെ അവസ്ഥയെ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ബാങ്ക് ബാലൻസ് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. രാവിലെ നോക്കുക, വൈകിട്ട് നോക്കുക, രാത്രി നോക്കുക, അതിൽ എന്തെങ്കിലും കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. അല്ലദീ ജമഅ മാലം വഅദ്ദദ. ഇങ്ങനെ എണ്ണി ഇങ്ങനെ തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പൈസയെന്ന് കുറഞ്ഞോ? എന്നാൽ അവൻ്റെ ചുറ്റും എത്രയോ ആളുകൾ, ആവശ്യക്കാരായ ആളുകളുണ്ട്. അവൻ ചെലവഴിക്കേണ്ട എത്രയോ സാഹചര്യങ്ങൾ അവിടെയുണ്ട്. ഇതൊന്നുമില്ലാതെ, പാവങ്ങൾക്ക് കൊടുക്കാതെ, പാവപ്പെട്ടവന്റെ വിശപ്പടക്കാതെ, അല്ലെങ്കിൽ അവന്റെ തന്നെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ, ഇതൊക്കെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് നാശം എന്ന് ഖുർആൻ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ. ആരെങ്കിലും ഒരു മരുന്ന് വാങ്ങാൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ അയലത്തുകാരൻ പട്ടിണി കിടക്കുന്ന അവസ്ഥ വന്നാൽ, മെനിങ്ങാന്ന് പത്രം വായിച്ചപ്പോൾ നിങ്ങളൊക്കെ വായിച്ചില്ലേ, കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മൾ വിചാരിക്കും ഇക്കാലത്ത് ഇപ്പം ഇതെല്ലാ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് നമുക്കൊക്കെ എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളാണെന്ന് വിചാരിക്കും. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ KSEBയുടെ ഉദ്യോഗസ്ഥൻ ഒരു വീട്ടിൽ വന്നു. വളരെ വലിയ സ്മെല്ല്. കുറേ നാളായിട്ട് കറണ്ട് ചാർജ് അടയ്ക്കുന്നില്ല, അതുകൊണ്ട് ഫ്യൂസ് ഊരാൻ വന്നതാണ്. വലിയ സ്മെല്ല് കാരണം അയാൾ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ആ വീട്ടിലെ പിതാവ് മരണപ്പെട്ട് അസ്ഥികൂടമായി കട്ടിലിൽ കിടക്കുന്നു. മക്കളില്ലാത്ത ആളൊന്നുമല്ല, 2 മക്കളുള്ള ആളാണ്. ആ വീട്ടിലെ പിതാവ് 1.5 മാസമായി മരണപ്പെട്ട് ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ഉഴുതിന്ന് ബാക്കി എന്തേ ഉള്ളൂ? സ്കെൽറ്റൻ, അസ്ഥികൂടം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അദ്ദേഹം എങ്ങനെയായിരിക്കും മരിച്ചിട്ടുണ്ടാവുക? കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ഒരാളോടും സഹായം ചോദിക്കാനില്ലാതെ, ഒരയലത്തുകാരനും എത്തി നോക്കാതെ, അല്ലെങ്കിൽ എൻ്റെ അയലത്ത് എന്ത് നടന്നുവെന്ന്. ഇപ്പം അയലത്തുകാരെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളും കൂട്ടായ്മകളും ഒക്കെ ഉണ്ട് നമ്മൾ പറയും, പക്ഷേ തൊട്ട് മുമ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാത്തൊരു കാലമാണ്. ഈ മക്കളവിടെ, മക്കളും പാപ്പയും അല്ലെങ്കിൽ അച്ഛനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? അന്നേരം 1.5 മാസമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു വിവരമില്ലാഞ്ഞിട്ട് അദ്ദേഹം എവിടെയെന്ന് അന്വേഷിക്കാൻ ഒരു ബന്ധുക്കളുണ്ടായില്ലല്ലോ, ഒരു മക്കളുണ്ടായില്ലല്ലോ. ഒരു നേരത്തെ വെള്ളം കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും ആയിരിക്കില്ലേ ആ മനുഷ്യൻ മരിച്ചിട്ടുണ്ടാവുക? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാനും അറിയാനും ആലോചിക്കാനും ഒക്കെയാണ്. 1.5 മാസം കഴിഞ്ഞ ആളുടെ ശരീരം ആരാ കാണുന്ന? KSEBയുടെ ഫ്യൂസ് ഊരാൻ അയാൾ അന്ന് വന്നില്ലെങ്കിൽ അപ്പോഴും അയാളത് അറിയൂല. ആളുകൾ അറിയില്ല, അയലത്തുകാരറിയില്ല, നാട്ടുകാരറിയില്ല. മരിച്ചിട്ട് ശരീരത്തിന്റെ എല്ല് മാത്രം ബാക്കിയായി കിടക്കുന്നൊരവസ്ഥയിൽ 2 ദിവസം മുമ്പ്, അധിക ദിവസമൊന്നും ആയിട്ടില്ല, 2 ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലെ പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത സംഭവം. അപ്പോൾ മനുഷ്യൻ അവന്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളിൽ, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്, ചെലവഴിക്കേണ്ടതിൽ നിന്നെല്ലാം ഒളിച്ചോടുന്നൊരു കാലമാണ്. മനുഷ്യൻ അവന്റെ സമ്പത്ത് ഒരുക്കൂട്ടി വെക്കുകയും ആ വെച്ചതിൽ നിന്ന് നിർബന്ധമായി ചെലവഴിക്കേണ്ടത് പോലും ചെലവഴിക്കാതെ അതിൻ്റെ പേരിൽ മേനി പറയുകയും ചെയ്യുന്ന, എനിക്കതുണ്ട് ഇതുണ്ട് എന്നൊക്കെ മേനി പറയുകയും ചെയ്യുന്ന ഒരു കാലമാണ്. അത്തരം മോശപ്പെട്ട ചിന്തകൾ, വിചാരങ്ങൾ, സ്വഭാവങ്ങൾ അവർക്കാണ് നാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ബാക്കി ആയത്തുകൾ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഖൽബ് നന്നാക്കി നൽകുമാറാകട്ടെ. ഹൃദയങ്ങളിൽ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാ മോശ സ്വഭാവങ്ങളെ തൊട്ടും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ.
ജീവിതത്തിൽ അള്ളാഹു അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞ നാശം പിടിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ചേർക്കാതെ റബ്ബ് ഇഷ്ടപ്പെടുന്നവരുടെ പട്ടികയിൽ അള്ളാഹു നമ്മെ ചേർത്തു നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും അള്ളാഹു നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് وآله وصحبه أجمعين والحمد لله رب العالمين بحق صلى الله على